ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് ഒരു റൈസ് ബോളും സേമിയയും കൊണ്ടുള്ളൊരു പുഡിങ്ങാണ്. റൈസ് ബോളിന് വേണ്ടത് നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്. അതുപോലെ നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ കുഴച്ച് ചെറിയ ഉരുളകളാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് അത് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് എണ്ണയൊക്കെ പുരട്ടി അത് നമുക്ക് ആവിയിൽ പുഴുങ്ങാൻ വെക്കാം. അത് പുഴുങ്ങാൻ വെച്ചതിന് ശേഷം നമുക്കൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്തിട്ട് അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. അതൊരു ഗോൾഡൻ കളറൊക്കെ ആകുമ്പോൾ അതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം കുറച്ച് നെയ്യ് ചേർത്തിട്ട് ആ പാത്രത്തിൽ തന്നെ നെയ്യ് ചേർക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ ചെറുതായിട്ട് ഒടിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ ഇട്ട് നന്നായിട്ടൊന്ന് വറുക്കണം. അതൊരു ഗോൾഡൻ കളറാകുന്നിടം വരെ വറുത്തെടുക്കുക. ഗോൾഡൻ കളറായി കഴിയുമ്പോഴേക്കും അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ഒരു 3/4 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് എന്നിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കണം. അത് കഴിയുമ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് പാൽപ്പൊടി, ഒരു പാലിനകത്ത് കലക്കി പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. പാൽപ്പൊടിയോ കോൺഫ്ലോറോ നമുക്ക് ചേർക്കാം, അത് ഓപ്ഷണലാണ്. ചേർത്തെല്ലാം കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സേമിയ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മളൊരു പായസത്തിൻ്റെ പോലെയൊക്കെ നമുക്ക് അറിയാമല്ലോ ഒരു വേവുന്ന പരുവ. ആ ഒരു സമയം ആകുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസ് ബോളും ഇട്ട് കൊടുക്കണം. നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്ക് അതും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. കുറുക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും പിന്നെ ഒരു പിഞ്ച് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കിതിനെ തണുപ്പിച്ചും ചൂടോടെ സെർവ് ചെയ്യാം. ഞാൻ 2 രീതിയിൽ ഉപയോഗിച്ച് നോക്കി, രണ്ടും നല്ല അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടെ നല്ലൊരു ശുഭരാത്രി ആശംസിക്കുന്നു.